വേർതിരിവ് കാണിക്കരുത്. സ്വത്ത് എഴുതി വെക്കുന്ന രംഗത്ത് പോലും മാതാപിതാക്കൾ ആ വേർതിരിവ് കാണിക്കുന്നുണ്ട്. മൂത്തോനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇളയോനെ അല്ലെ പെൺകുട്ടിക്ക് മാത്രം എഴുതി വെക്കും, ആ മക്കൊന്നും എഴുതി വെക്കൂല. ചിലർ ആൺമക്കൊക്കെ എഴുതി വെക്കും, പെൺകുട്ടി കൊടുക്കൂല. ചിലർ ഏതെങ്കിലും ഒരുത്തന് മാത്രം അത്യാവശ്യം കണ്ണായ പറമ്പോ അവന്റെ പേരിലേക്ക് അങ്ങ് പറഞ്ഞു വെച്ചേക്കും, ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അനന്തര സ്വത്തിൽ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുകയും ചെയ്താൽ ഫിന്നാർ, ആ മാതാപിതാക്കൾ നരകത്തിലായിരിക്കും. ഓൽ എത്ര നിസ്കരിച്ചാലും നോമ്പ് പറ്റാലും. അതുകൊണ്ട് മക്കൾക്കിടയിൽ പോലും ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നൊരു സ്വഹാബി പറഞ്ഞു, റസൂലേ ഞാൻ എന്റെ മോക്കൊരൊട്ടകത്തിനെ കൊടുത്തിട്ടോ. നബി ചോദിക്കുക, എനിക്ക് എത്ര മക്കളാ? എനിക്ക് 4 മക്കള്. എത്ര മക്കൾക്ക് അങ്ങ് ഒട്ടകത്തിനെ കൊടുത്ത്? ഞാൻ ഒരു മോക്ക് തിരിച്ചു വാങ്ങിവാ. കൊടുത്ത ദാനം ഇസ്ലാമിൽ തിരിച്ചു വാങ്ങാൻ കൽപ്പിച്ചത് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചപ്പോഴാണ്. അക്കീഖ് അറുക്കുന്ന രംഗത്ത് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരു മക്കൾക്ക് അറുത്തിട്ടുണ്ടോ എല്ലാ മക്കൾക്കും അറുക്കണം. എന്നാ ആദ്യത്തെ മോൻ അറുക്കുന്ന സമയത്ത് നിങ്ങൾ പൈസക്കാരനാ, പിന്നെ നിങ്ങൾ ദരിദ്രനായി, പൈസ ഉള്ള കാലത്ത് അറുക്കണം. അത്ര വരെ ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് സംരക്ഷണം കിട്ടണേ, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. അവരൊരുപോലെ കാണണം, ഒരുപോലെ സ്നേഹിക്കണം. മരുക്കൾ ഒരുപോലെ കാണണം, ഒരുപോലെ സ്നേഹിക്കണം. അല്ലാതെ നമ്മളെ വീറും വാശിയും ഈഗോയും അഹങ്കാരം ഒക്കെ കാണിച്ചിട്ട് അവസാന കാലത്ത് ഇതിങ്ങളൊന്നും എന്നെ നോക്കുന്നില്ല എന്നുള്ള പരാതി പടച്ചോൻ പോലും സ്വീകരിക്കൂല. സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ. അത് മക്കളായാലും ശരി, മരുക്കളാണെങ്കിലും ശരി. അത് കൊടുക്കുന്നിടത്ത് നാവിന്റെ വലിപ്പം കൊണ്ട്, ഞാൻ പറയാറുണ്ട്, കുത്തുവാക്കുകൊണ്ട് മുറിഞ്ഞ മനസ്സേ ഓരോ ഓയിൽമെന്റിനും നന്നാക്കാനാവൂല. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രാത്രി ഭർത്താവുമായിട്ട് വർത്താനം പറഞ്ഞ് ഇച്ചിരി ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് വെപ്രാളപ്പെട്ട് സൂര്യൻ ഉദിച്ച വെപ്രാളത്തിൽ ഭർത്താവിന്റെ കിടക്കേ നെയ്യുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കുത്തല്. എന്റെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ ഉച്ചക്കായിക്കില്ല എണീക്കല്, കുത്തൊന്ന്. അവിടെ തുടങ്ങാ പ്രശ്നം. പ്ലേറ്റ് എടുത്തു, കൈമന്ന് വീണുപോയി, വെപ്രാളത്തിൽ പൊട്ടി. കുത്ത് 2. ഓനൊന്നുമായി തന്നില്ലട്ടോ, ഇതൊക്കെ വിയാപ്പിള വാങ്ങിയച്ചതാ. അവിടെ തുടങ്ങും കുടുംബത്തിന്റെ വേറിറക്കാൻ. പിന്നെന്ത് സമാധാന കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കയറി വരുന്ന ഒരു പെൺകുട്ടി മറ്റൊരു വാപ്പാന്റെ മോളും നിന്റെ മോളെപ്പോലെ വേറൊരു പ്രതീക്ഷയോടുകൂടി കുടുംബത്തിലേക്ക് കയറി വന്നോളുക എന്ന ബോധത്തോടെ അമ്മാരും കയറി ചെല്ലുന്ന വീട്ടിൽ അമ്മാനെ വരച്ച വരയിൽ നിർത്തിയാലേ എല്ലാവരും ശരിയാവുന്ന പഠിപ്പിച്ചോന്റെ മുഖത്ത് നോക്കി സ്നേഹം കൊണ്ട് അമ്മാനെ കീഴ്പ്പെടുത്താൻ എനിക്കിന്റെ സ്നേഹം മതി എന്ന് ചിന്തിക്കുന്ന മരുക്കൾ ഉണ്ടെങ്കിലേ കുടുംബം നന്നാവും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നല്ലോണം ഖുർആൻ ക്ലാസ് ഒക്കെ ഉണ്ടാവും, രണ്ടാളും മുഖത്തോട് മുഖം നോക്കലില്ല രൂപമായിരിക്കും. നമ്മളെ കുടുംബം ശരിയാവണേ കുറേ സ്ഥലത്ത് നമ്മൾ മിണ്ടാടക്കേണ്ടി വരും, കുറെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യനോട് പറയലുണ്ട്, അതിപ്പോ ഞാൻ നിങ്ങളോടും പറയാം. ചിലപ്പോൾ എൻ്റെ അമ്മാനൊക്കെ കൊല്ലത്തിൽ മാസത്തിൽ ഒരിക്കൽ വന്നിട്ടായിരിക്കും പെങ്ങളൊന്ന് കുളിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്യാം. ബാക്കി എല്ലാ ദിവസവും നോക്കുന്നാരാ? എൻ്റെ ഓള് തന്നെ. പക്ഷെ ഒരു ദിവസം വന്ന പെങ്ങൾ ഉമ്മ ഒരു മാസം കോപ്പിയടിച്ച് പറയും, ഓള് വന്നീനും ഞാൻ കുളിപ്പിച്ച്, ഞാൻ ഇങ്ങനെയാക്കി, ഇന്ന ഓളാ നോക്കി, ഞാൻ നല്ലോണം കുളിപ്പിച്ച് തന്ന് ഒക്കെ പറയും. അപ്പം എൻ്റെ ഭാര്യ വയ്ക്കും, 29 ദിവസം നോക്കിയതാരാ? ഞാൻ തന്നെ. അന്റെ അമ്മ പറയാത്ത? ഞാൻ പറഞ്ഞത് പറയൂല, അത് ഉമ്മാരെ മനസ്സാ, അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിന്റെ അർത്ഥം ഇങ്ങ് ചെയ്യുന്നില്ല എന്നല്ല. കുളിപ്പിച്ചോയ പെങ്ങൾക്കും അറിയാം 29 ദിവസം ഇതിനേക്കാളും ഭംഗിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഉമ്മാർക്ക് പറയാൻ നാവുമ്പൽ ആരേ വരൂ? ഉമ്മാന്റെ മോളെ വരൂ. അത് ഇങ്ങനെ സബൂറാക്ക്, എനക്കുള്ളത് പഠിച്ചോൻ തരും. എനക്കുള്ളത് പഠിച്ചോൻ തന്നാൽ പിന്നെ ഇങ്ങനെ അതിൽ ബേജാറാവണ്ട. കാരണം ദുനിയാവിൽ എനിക്ക് ആരും തരൂല. കിട്ടാനുള്ളത് പരലോകത്താണെങ്കിൽ പിന്നെ ദുനിയാവിൽ ആൾക്കാരും വൽപ്പത്തിറങ്ങി നോക്കുകയും വേണ്ട. ആ മനസ്സ് നമുക്കുണ്ടായാൽ കുടുംബറാഹത്താ. ആ കുടുംബത്തിൽ ഒരു സമാധാനമല്ലാതെ എന്തുണ്ടായിട്ടെന്താ? എത്ര ആളുകൾക്കാണെന്നറിയോ വലിയ പൊരള്, എത്ര ആളുകൾക്കാണെന്നറിയോ ഒരുപാട് സൗന്ദര്യമുള്ളത്. പക്ഷെ മനസ്സമാധാനം മാത്രം പലരെ ജീവിതത്തിലുണ്ടാവും. ഞാൻ